അടുത്തതായിട്ട് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 13, 14, 15. ഇതിന്റെ ഇൻറേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എല്ലാ ആളുകൾക്കും അറിയാം. എന്താണ് ഇൻറേഡിയസ് കാണാനുള്ള ഇക്വേഷൻ? A/S. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് തരികയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയോ? എറോൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. റൂട്ട് ഓഫ് S into S minus A into S minus C. ഇതില് പെരിമീറ്റർ എത്ര ചെയ്യാം? 13, 14, 15 ആഡ് ചെയ്യാം. 13, 14, 15 ആഡ് ചെയ്യാം. എത്ര? 42 കിട്ടും അല്ലെ? 42 കിട്ടിക്കഴിഞ്ഞാൽ സെമി പെരിമീറ്റർ എത്ര കിട്ടുക? 21 അല്ലെ? ഇതാണ് സെമി പെരിമീറ്റർ. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാല് പെരിമീറ്ററിന്റെ നേരെ പകുതിനെ പറയുന്ന പേരാണ് എന്ത്? സെമി പെരിമീറ്റർ. ഇത് എത്രയാണ്? A. ഇതെന്താണ്? B. ഇതെന്താണ്? C. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. S എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 21. S എന്ന പ്ലേസിൽ 21. S മൈനസ് എ എന്ന് പറഞ്ഞതാ ഈ 21 എന്ന് 30 മൈനസ് ചെയ്യാം. എത്രയാണ് 21 എന്ന് 30 മൈനസ് ചെയ്താല്? 8. S മൈനസ് ബി എന്ന് പറഞ്ഞാല് 21 എന്ന് 40 മൈനസ് ചെയ്യാം. എത്ര? 7. S മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ? 21 എന്ന് 50 മൈനസ് ചെയ്യാം. എത്ര? 6. ഇനി ഇതിലെ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. എല്ലാ നമ്പറിനെയും ചെയ്യണം. ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരികയാണ്. 21 എങ്ങനെ ചെയ്യാം? 21 ഏത് നമ്പറോട്ടാ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് പറ്റും അല്ലെ? 3ഉം 7ഉം അല്ലെ? 21 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. സോ 21 പകരം എന്തെഴുതാം? 3 into 7 എന്നെഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 8 പകരം എന്തെഴുതാം? 8 പകരം എന്തെഴുതുക? 8 പകരം എന്തെഴുതുക? 8 പകരം ഇങ്ങനെയാണ് എഴുതുക. 2 into 2 into 2. മനസ്സിലായോ? എന്തെഴുതുക? 2 into 2 into 2. 8 പകരം 2 into 2 into 2. 7 പകരം എന്തെഴുതുക? 7 എഴുതുക. കാരണം പ്രൈം നമ്പേഴ്സും ആണെങ്കിൽ അത് അതുപോലെ എഴുതുക ചെയ്യാം. 6 പകരം എന്തെഴുതുക? 6 പകരം എന്തെഴുതുക? 2 into 3. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ 2 ലവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്ക്. ഒരാള് 3, വേറൊരാള് 3. ഈ 2 ചങ്കുകളും കൂടി ഒന്നായിട്ട് അവര് ഒരേ ഹൃദയവും ഒരേ മനസ്സുമായിട്ട് ഇവരെ പകരം എത്ര 3 എഴുതിയാ മതി? ഒറ്റ 3 എഴുതിയാ മതി. നമ്മളെ ക്ലാസ്സിൽ ഒരു ലവർ മാത്രമല്ല, വേറെ ലവേഴ്സ് ഉണ്ട്. അടുത്ത 2 ലവേഴ്സ് 2, 2. ഈ 2ഉം 2ഉം കൂടി എന്തായി? ഒറ്റ 2 എഴുതിയാ മതി. ഇനി ഉണ്ടോ നമ്മുടെ ക്ലാസ്സിലെ ലവേഴ്സ്? ആരാണ്? ഈ 7ന്റെ ലവർ ആരാണ്? 7. ഇവര് രണ്ടാളും പകരം എത്ര 7 എഴുതിയാ മതി? ഒരു 7. ഇനി ഇതില് ലവേഴ്സ് ഉണ്ടോ? ഒരാളും കൂടി ഉണ്ട്. ആരാണ് അയാൾ? ഈ 2ഉം ഈ 2ഉം ഈ 2ഉം കൂടി എത്ര 2 എഴുതിയാ മതി? ഒരു 2. സോ 3 into 2 6. 6 into 7 into 2 എത്ര വരിക? 84 എന്ന ആൻസർ വരും. 84 എന്ന ആൻസർ വരും. 84. സിമ്പിൾ ആണോ? ഇപ്പൊ നമ്മൾ ഏരിയ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി എന്ത് കാണണം? ഏരിയ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അടുത്തത് എന്ത് കാണണം? പെരിമീറ്റർ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 42, 21 അല്ലെ? ഇൻറേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? A/S. ഏരിയ എന്ന് പറഞ്ഞാൽ 84. S എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? എത്രയാണ്? 21. സോ വാട്ട് ഈസ് ആൻസർ? 8/2 4.
84/21 4 അല്ലേ? 4 എന്ന ആൻസർ കിട്ടും. ഇതിനാണ് മാർക്ക് കിട്ടുന്നത്. വെരി സിമ്പിൾ ആണ്. ഒരു പ്രാവശ്യം ഒരു റഫ് ബുക്ക് എടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് വേഗം ചെയ്ത് നോക്കുക. സ്റ്റാർട്ട്.